വർഷം ഏത്? ഉത്തരം 1908. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? ഉത്തരം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരനിൽ ഒരാൾ. ഉത്തരം ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. ബഷീറിൻ്റെ അച്ഛൻ്റെ പേരെന്ത്? ഉത്തരം കായി അബ്ദുറഹ്മാൻ. ബഷീറിൻ്റെ അമ്മയുടെ പേരെന്ത്? ഉത്തരം കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോട്ടയം ജില്ലയിൽ. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഉത്തരം പത്മശ്രീ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാര്? ഉത്തരം ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം ഫാബി ബഷീർ. ബഷീറിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം ഫാത്തിമ ബീവി. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ഉത്തരം ബാലാമണിയമ്മ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആര്? ഉത്തരം മമ്മൂട്ടി. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം? ഉത്തരം ഭാർഗവീ നിലയം. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തതാര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ബാല്യകാലസഖി എന്ന നോവൽ സിനിമയാക്കിയത് ഏതൊക്കെ സംവിധായകന്മാരാണ്? ഉത്തരം പി ഭാസ്കരൻ, പ്രമോദ് പയ്യന്നൂർ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ഉത്തരം ഫാബി ബഷീർ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടിയുള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീർ രചിച്ച ഒരേ ഒരു നാടകം ഏത്? ഉത്തരം കഥാബീജം. ആത്മകഥാപരമായ ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? ഉത്തരം നേരും നുണയും. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി? ഉത്തരം സർപ്പയജ്ഞം. ബഷീർ രചിച്ച ആദ്യ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ബാല്യകാലസഖി. ബാല്യകാലസഖി അവതാരിക എഴുതിയത്?
MP പോൾ. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെക്കുറിച്ച് ബഷീർ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം MP പോൾ. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം A. വിൻസെൻ്റ്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏത്? ഉത്തരം 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. 5ാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം ഗാന്ധിജിയെ. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉത്തരം ഉജ്ജീവനം. ഹലോ മോട്ടോ. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിൽ ഉള്ള കഥാപാത്രങ്ങളാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ൻ്റുപ്പൂപ്പാക്കൊരാനുണ്ടാർന്ന് എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? ഉത്തരം റൊണാൾഡ് E. ആഷർ. സാഹിത്യലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ? ഉത്തരം തങ്കം. ഏത് പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിക്കുന്നത്? ഉത്തരം ജയകേസരി. ബഷീറിന് ഡിലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല ഏത്? ഉത്തരം കോഴിക്കോട് സർവകലാശാല. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷമേത്? ഉത്തരം 1994 ജൂലൈ 4. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം? ഉത്തരം യാ ഇലാഹി. ബഷീറിൻ്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം? ഉത്തരം 2018. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചതെന്ത്? ഉത്തരം ഏകാന്ത വീഥിയിലെ അവധൂതൻ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ ആര്? ഉത്തരം MA റഹ്മാൻ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം തേന്മാവ് എന്ന കഥ. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആര്? ഉത്തരം MN വിജയൻ. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്? ഉത്തരം ഭഗത് സിംഗ്. ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ? ഉത്തരം ഒഴിഞ്ഞ വീട്. ബഷീർ ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് ഏത് കുറ്റത്തിനാണ്? ഉത്തരം കോഴിക്കോട്ടെ ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തതിന്. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം കൊച്ചു മുഹമ്മദ്.
സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് എന്താണ്? ഉത്തരം ടാറ്റ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം E.M. അഷ്റഫ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം പിന്നീട് ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമകാഹളം. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? ഉത്തരം അനീസ് അൻവർ. 2017.